ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SIR 2025 പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വോട്ടേഴ്സിന് സന്തോഷ വാർത്ത. ആർക്കും ആശങ്ക വേണ്ട. അതായത് എന്യൂമറേഷൻ ഫോം തെറ്റായിട്ട് പൂരിപ്പിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന ആശങ്ക. ഇലക്ഷൻ കമ്മീഷൻ ഇതാ പുതിയ നിയമാവലി പുറത്തിറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സിന് ഫേവറായിട്ട് എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം അല്ലേ. അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കൂ, എന്യൂമറേഷൻ ഫോം. അതായത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഈ എന്യൂമറേഷൻ ഫോം BLOക്ക് ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് BLOക്ക് എന്ത് ചെയ്യാം, വോട്ടറെ സഹായിക്കാം എന്നാണ് പറയണത്. അല്ലെങ്കിലും അവർ സഹായിക്കാറുണ്ട് അല്ലേ. ഈ ഫോം പൂരിപ്പിക്കുന്നതിൽ സപ്പോസ് നമ്മൾ വോട്ടർ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ മനുഷ്യരാണ് അല്ലേ, തെറ്റുകൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കും അതിനെക്കുറിച്ചൊരു ടെൻഷൻ വേണ്ട. കാരണം എന്താ വെച്ചാൽ ആ തെറ്റുകൾ അതേ ഫോമിൽ തന്നെ തിരുത്തി കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, നമ്മുടെ BLOസിനുണ്ട്. ഓക്കെ, അതേ ഫോമിൽ തന്നെ എന്ത് ചെയ്യാം, തിരുത്താം. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ ഫോമിൽ തന്നെ നമുക്ക് തിരുത്താം. ഇതിനായിട്ട് എന്ത് വേണ്ട, പുതിയൊരു ഫോം നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഫോം പൂരിപ്പിച്ചില്ല എന്ന് കരുതിയിട്ട് BLOക്ക് ഒരു വോട്ടറിൻ്റെ എന്യൂമറേഷൻ ഫോം നിരസിക്കാനുള്ള അധികാരമില്ല. കാരണം പൂർണ്ണമായിട്ടും നമ്മൾ പൂരിപ്പിച്ചില്ലെങ്കിലും ഒപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ BLO എന്ത് ചെയ്യണം, ആ എന്യൂമറേഷൻ ഫോം നിർബന്ധമായിട്ടും ആരുടെ നിന്ന് കളക്ട് ചെയ്യണം, വോട്ടർമാരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങണം. പൂർണ്ണമായിട്ട് പൂരിപ്പിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് BLOക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമ്മളെ ഫോം നിരസിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ മൂന്നാമതായിട്ട് കാണുന്ന പോയിന്റ് നോക്കൂ നിങ്ങൾ, വോട്ടറോ അല്ലെങ്കിൽ മുതിർന്ന അംഗമോ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, വോട്ടറോ മുതിർന്ന അംഗമോ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്യൂമറേഷൻ ഫോം, അതാണ് നമ്മളെ മെയിൻ പോയിന്റ്. വോട്ടറോ മുതിർന്ന അംഗമോ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്യൂമറേഷൻ ഫോമുകളും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ള, ഇലക്ഷൻ കമ്മീഷൻ കുറേ ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ തീയതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ തീയതിക്കകം തന്നെ തിരികെ ഈ ഫോം നമ്മൾ BLOന് തിരിച്ചു കൊടുക്കാത്ത ഫോമുകൾ, എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്യില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ കരട് പട്ടികയിൽ ഉൾപ്പെടില്ല. അപ്പം നിങ്ങൾ ഫോം തിരിച്ചു കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഓരോ വോട്ടറും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ എന്യൂമറേഷൻ ഫോറം അല്ലേ. BLO നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുന്ന എന്യൂമറേഷൻ ഫോറം ഇതാണ്. ഇതിൽ എവിടെയാണ് ഒപ്പ് രേഖപ്പെടുത്താനുള്ള സ്ഥലം, ഇതാണോ, വോട്ടറുടെ മറ്റേതെങ്കിലും മുതിർന്ന അംഗത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒപ്പ് അല്ലെങ്കിൽ ഇടത് തള്ളവിരലിൻ്റെ അടയാളം ബന്ധം സൂചിപ്പിക്കുക തീയതിയോടൊപ്പം. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ വോട്ടർ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനും ഇത് ഒപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ BLOന് എന്ത് ചെയ്യാം, നിങ്ങളെ ഫോം നിരസിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒപ്പിടാതെ ഒരു എന്യൂമറേഷൻ ഫോം നമ്മൾ തിരിച്ച് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോം തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ എല്ലാ ഫോമുകളും കൃത്യമായിട്ട് BLOനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് എന്ത് ചെയ്യണം, BLO ആപ്പ് വഴി അവരതിനെ ഡിജിറ്റലൈസ് ചെയ്യും. ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വോട്ടർ പട്ടികയിലേക്ക്, അതായത് അവരുടെ ആപ്പ് വഴി ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നിശ്ചിത തീയതിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കരട് വോട്ടർ പട്ടിക പുറത്തിറക്കാൻ കഴിയുള്ളൂ. അതിനും ഇലക്ഷൻ കമ്മീഷൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ്, നമ്മൾ ഈ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം BLOയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പോളിംഗ് ബൂത്തുകളില്ലേ, നിങ്ങൾ പോൾ ചെയ്യുന്ന ഓരോ വോട്ടർമാരും പോൾ ചെയ്യുന്ന പോളിംഗ് ബൂത്തുകളിലോ ഒന്നില്ലെങ്കിൽ പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ വോട്ടർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു കളക്ഷൻ സെൻ്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് BLOന് എന്ത് ചെയ്യാം, ഈ ഫോം അവിടെ നിന്ന് സ്വീകരിക്കാം. അപ്പം നിങ്ങളോട്
പക്ഷെ അത് അങ്ങനെ വെറുതെ അവരൊരു കളക്ഷൻ സെൻറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല. അവരുടെ സൗകര്യത്തിനായിട്ടൊരു കളക്ഷൻ സെൻറ്റർ അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യണം, അത് ഒന്നില്ലെങ്കിൽ ആ ഏരിയയിലുള്ള കളക്ഷൻ സെൻറ്ററുകൾ ആരംഭിക്കുന്ന ആ വിവരം ആ ഏരിയയിലുള്ള നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിമാരുണ്ടാവും അല്ലേ, അവർ മുഖേനയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ BLOമാരൊക്കെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ഈ ഫോം ഫില്ല് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ എങ്ങനെയെങ്കിലും വോട്ടർമാരെ അറിയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ വോട്ടർമാരെ അറിയിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ കളക്ഷൻ സെൻറ്ററുകളിൽ നിന്നും ഇവർ ഈ എനുമറേഷൻ ഫോം സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് അവരൊരു ഇലക്ഷൻ കമ്മീഷൻ ഒരു കട്ട് ഓഫ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഡേറ്റ്? നവംബർ 18, 19, 20 ഈ 3 തീയതികൾക്കുള്ളിൽ എന്ത് ചെയ്യണം, ഈ BLOമാർ നൽകിയ എല്ലാ എനുമറേഷൻ ഫോമുകളും കളക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി വീടുകൾ തോറും പോയി കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല കേട്ടോ, BLOമാർക്ക് നേരിട്ട് പോയിട്ട് വീടുകളിൽ നിന്ന് തന്നെ ഇത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിൽ ഈ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, എനുമറേഷൻ ഫോമുകൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ കളക്ഷൻ സെൻറ്ററുകൾ ആരംഭിക്കുന്ന വിവരം ബൂത്ത് ലെവൽ ഏജൻറ്റ് വഴി അല്ലെങ്കിൽ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പ് വഴി വോട്ടർമാരെ അറിയിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ അവർക്ക് ശേഖരിച്ചെങ്കിൽ മാത്രമേ 23/11/2025 തീയതിക്കകം BLO ആപ്പ് വഴി ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോം പൂരിപ്പിക്കുന്നത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഫോം പൂരിപ്പിക്കാൻ എനിക്ക് അറിയില്ല, അങ്ങനെയുള്ള ഒരു ആശങ്കയും ഒരു വോട്ടർക്കും വേണ്ട. അതിനെല്ലാം പ്രതിവിധികൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഫോം ഫില്ല് ചെയ്ത് BLO ഏൽപ്പിക്കുക. തെറ്റിയാലും വേറെ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണ്ട. ആ തെറ്റിയ ഫോമിൽ തന്നെ നിങ്ങൾ ഏത് ഭാഗത്താണോ തെറ്റിയത് അല്ലെങ്കിൽ എന്താണോ തെറ്റിയത് അത് BLO എന്ത് ചെയ്ത് തരും, ആ ഫോമിൽ തന്നെ വെട്ടിയിട്ട് അവിടെ തിരുത്തി എഴുതാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.